അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഇനി നമുക്ക് ജീരകം, കുരുമുളകും, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ വറുത്തെടുക്കാം. ഈ ബൗളിന് 1.5 ബൗള് അരിയാണ് എടുക്കുന്നത്, പച്ചരി. അതിൻ്റെ കൂടെ ചെറുപയർ പരിപ്പ് ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കഴുകട്ടെ. കഴുകി അരി കൊട്ടാൻ പോകണം. അരി കൊട്ടി അതിൻ്റെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കണം സാധനത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം കൂടുതൽ വയ്ക്കണം. അത് കുറച്ച് ലൂസായിട്ട് വേണം അത് ഉണ്ടാക്കാൻ. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. ഇതിൽ കായ ഇടണം കേട്ടോ. കായ ഇടാൻ മാത്രം. കായ ഇട്ടു ഇളക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കണതെന്ന് പൊങ്കലാണ് കേട്ടോ. അത് ഫസ്റ്റ് ടൈം പറയാൻ മറന്നുപോയി. പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. ഇതാവട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പൊങ്കൽ റെഡിയായി. അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തത് മേലെ കൊട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എടുക്കുമ്പോൾ ഇളക്കിയെടുക്കാം. നല്ല ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു കുറച്ച്, അതും കൂടെ അതിൽ ആഡ് ചെയ്തു. സാമ്പാർ കൂട്ടി കഴിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ഇതാ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ചട്നി ഒഴിച്ചു, കുറച്ച് സാമ്പാർ ഒഴിക്കാം. ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ. ബായ്. നല്ല ടേസ്റ്റാണ്. അതെല്ലാവരും ഉണ്ടാക്കി നോക്ക്, നന്നായിരിക്കും. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നെയ്യിൽ വേണം കേട്ടോ വറുത്ത് കൊട്ടാൻ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓയിൽ യൂസ് ചെയ്യരുത്, നെയ്യിൽ തന്നെ വറുത്ത് കൊട്ടണം.